Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. ചുട്ടുപൊള്ളുന്ന വേനലിൽ മനസ്സും ശരീരവും തണുപ്പിക്കാൻ പനനൊങ്ക് വിപണി സജീവമായി. വെയിൽ ചൂടിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസമാവുകയാണ് പാതയോരങ്ങളിൽ പനനൊങ്ക് കച്ചവടം. ശുദ്ധവും ഗുണമേന്മ ഉള്ളതുമായതിനാൽ തന്നെ പനനൊങ്കിന് ആവശ്യക്കാർ ഏറെയാണ്. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ കുളിർമ നൽകി ആശ്വാസം പകർന്ന് പാതയോരങ്ങളിൽ പനനൊങ്ക് കച്ചവടം പൊടി പൊടിക്കുകയാണ്. ഇത്തവണ വേനൽ ചൂട് കൂടുതലായതിനാൽ പനനൊങ്ക് കച്ചവടവും തകൃതിയാണ്. പ്രകൃതിദത്തവും കൃത്രിമത്വം ഇല്ലാത്തതും കാരണം പനനൊങ്കിന് ആവശ്യക്കാർ ഏറെയാണ്. ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് പനനൊങ്ക് ലഭിക്കുന്നുണ്ട്. പുറനാടുകളിലെ നൊങ്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വില കൂടുതലും ഇക്കൊല്ലമില്ല. ചുട്ടുപൊള്ളിക്കുന്ന വെയിൽ ചൂടിൽ ശരീരത്തിന് കുളിർമയും ദാഹവും പനനൊങ്കിൽ നിന്നും ലഭിക്കും. ചൂടുകാലത്ത് നൽകുന്ന ആശ്വാസം വലുതായതിനാൽ ആളുകൾക്ക് എന്നും പ്രിയം പനനൊങ്കിനോടാണ്. നൊങ്കച്ചവടം ഈ വേനലിന് ആകെ നൊങ്കല്ലേ വേണ്ടുള്ളൂ. വേനലിന് നല്ല കച്ചവടമുണ്ട്. സാധനം കിട്ടാൻ അതിന്റെ കുറവുള്ളൂ. ഞങ്ങള് ഇവിടുന്ന് തന്നെ തേങ്ങ ഇറക്കുന്നത്. മറ്റേ വല്ലപ്പുഴ, കൈലാട്, കരിയത്തൂര്, നമ്മുടെ ഈ ചുറ്റുപാടത്തിൽ തന്നെയാണ്. അതൊന്നുമില്ല. ഈ ചൂടത്ത് നല്ല തണുപ്പുണ്ടാവേ. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമാണ്. പനവല അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഇല്ലല്ലേ, നമ്മുടെ നാട്ടിലത്തെയാണ്. ഇല്ലല്ല, പുറത്തുനിന്നല്ല, നമ്മുടെ നാട്ടിലത്തെ സാധനമാണ്. കൊണ്ടുക്കര പള്ളിത്തോട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് തന്നെ. ദിവസം ഒരു വണ്ടി അന്നു തേങ്ങ ഇറക്കിയ അത് ചെലവാകും. ഒരു കരിമ്പന തേങ്ങയിൽ നിന്നും 3 പനനൊങ്ക് ലഭിക്കും. 10 നൊങ്കിന് 100 രൂപയാണ് വില. ശീതള പാനീയങ്ങളുടെ വില വെച്ച് നോക്കുമ്പോൾ ആളുകൾക്കിത് നിസ്സാരമാണിപ്പോൾ. രാവിലെ വെയിൽ ചൂടായാൽ പാതയോരങ്ങളിൽ നൊങ്കുമായി കച്ചവടക്കാരെത്തും. പിന്നെ തേങ്ങ പൊളിച്ച് നൊങ്കുകൾ വേർതിരിക്കും. 3-4 മണിക്കൂറുകൾ കൊണ്ട് കച്ചവടം പൂർത്തിയാക്കി അടുത്ത ദിവസത്തേക്കുള്ള നൊങ്കിനായി ഓട്ടത്തിലാകും കച്ചവടക്കാർ. VCV ന്യൂസ്, ഷൊർണൂർ.